പരിശുദ്ധാത്മാവും ദൈവശക്തിയും എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. വിജയകരമായ ക്രിസ്തീയ ജീവിതം, അത് ശുശ്രൂഷ കൊണ്ടാകട്ടെ, വ്യക്തിപരമായ ആത്മീയ ജീവിതം കൊണ്ടാകട്ടെ, ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ പുതിയ നിയമകാലത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവശക്തി ഇല്ലാതെ നമുക്ക് ജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയത്തില്ല. വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ദൈവശക്തി പഴയ നിയമകാലങ്ങളിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തെടുത്ത ചിലവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് വരികയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായികയാൽ തെറ്റിപ്പോകുന്നു. വേദപുസ്തകം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവശക്തി എന്താണ്, അതിൻ്റെ പ്രാധാന്യത എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം തിരിച്ചറിയണം. അപ്പോൾ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് അളവറ്റ ശക്തിയാണ്, ഇമ്മെഷറബിൾ പവറാണ്. ഈ ഇമ്മെഷറബിൾ പവർ ആരിലെല്ലാം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ നമ്മളിൽ അത് വ്യാപരിക്കും എന്നിത്യാദി കാര്യങ്ങൾ നാം ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബലഹീനതയിൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ ബലഹീനരെങ്കിലും ദൈവശക്തിയാൽ അവനോടുകൂടെ ജീവിക്കുന്നു. മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിന് ശേഷം താൻ ഉയർത്തെഴുന്നേറ്റത്, ഉയർപ്പ് സംഭവിച്ചത് ദൈവശക്തിയാലാണ്. ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, ദൈവശക്തിയിൽ ഉയർത്തെഴുന്നേറ്റു. ആ യേശു ദൈവശക്തിയിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ ബലഹീനരെങ്കിലും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഒരു പുതിയ നിയമവിശ്വാസിയുടെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ, അവൻ ജീവിക്കുന്നത് തന്നെ ദൈവശക്തിയാലാണ്. അതുകൊണ്ടാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. അതുകൊണ്ടാണ് പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നിറഞ്ഞവനായിരിക്കണമെന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച സന്ദേശങ്ങളെല്ലാം ചേർത്ത് മനസ്സിലാക്കുമ്പോൾ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ, ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പിറന്നു വീഴാൻ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലയമായി മാറാൻ, അസാധാരണ കാര്യങ്ങൾ ചെയ്യുവാൻ, അടുത്തത് കർത്താവിൻ്റെ വരവിങ്കൽ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നതിന് വരെ പരിശുദ്ധാത്മാവ് എത്രയധികം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഒരു വ്യക്തിയിൽ ആവശ്യമാണ് എന്നുള്ളത് ദൈവവചനം എത്ര വ്യക്തമായിട്ടാണ് അടിവരയിട്ട് നമ്മളോട് പറയുന്നത്. ഈ ഒരു സന്ദേശമാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടി എൻ്റെ കേൾവിക്കാരിലേക്ക് ഞാൻ എത്തിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. 1-2 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നു. നോക്കുക, നാം എല്ലാം മൺപാത്രമാണ്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ, ഒരുപക്ഷെ വീണ് ഉടഞ്ഞു പോകുന്ന, ദൈവത്തിന് സ്തോത്രം, മൺപാത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ മൺപാത്രങ്ങളായ നമ്മുടെ ഉള്ളിൽ തൻ്റെ ശക്തിയെ ദൈവം പകരുമ്പോൾ അത്യന്ത ശക്തിയാണ്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ തകർന്നു പോകുന്നില്ല. അതിന്റെ വാക്കുകൾ താഴോട്ട് അങ്ങനെയാണ്. ഒന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. അപ്പോൾ തകർന്നു പോകുവാനും തകർക്കുവാനുമുള്ള സാഹചര്യങ്ങൾ മുമ്പിൽ വരുമ്പോഴും അതിൻ്റെ മുമ്പിൽ തകരപ്പെടാതെ ഇരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം അത്യന്ത ശക്തി ഉള്ളിലുള്ളത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ശക്തികൾ മുഴുവൻ ഒരു ദൈവപൈതലിനെ തകർത്ത് കളയുവാൻ, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ അവൻ്റെ മുമ്പിൽ വരുമ്പോൾ ദൈവശക്തിയാണ് നമ്മളെ കരം പിടിച്ച് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തി നൽകുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ക്രിസ്തീയ ജീവിതം എളുപ്പമുള്ള ഒരു കാര്യമല്ല. സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളടക്കം ഒരു ദൈവഭക്തന്റെ പരിശുദ്ധിയെയും അവന്റെ ദൈവാശ്രയത്തെയും ചോദ്യം ചെയ്യുവാൻ കാറ്റുകളും കോളുകളും തിരമാലകളും പോലെ പ്രതിസന്ധികൾ ഉയർത്തിവിടുമ്പോൾ അതിന് മുമ്പിൽ ജയകരമായി മുൻപോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സാന്നിധ്യവും ഇല്ലാതെ ഒരു വ്യക്തിക്കും അതിന് കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അതിനായിട്ട് പ്രാർത്ഥിക്കുക, അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് തിരിച്ചറിയാത്ത പലരും പരാജിതരായി പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ ദൈവശക്തിയെക്കുറിച്ചുള്ള മറ്റു ചില വാക്കുകൾ കൂടി
വേഗത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൗലോസ് ബലഹീനനായിരിക്കുമ്പോൾ പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ശൂലം മാറിപ്പോകുവാൻ താൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്. 3 പ്രാവശ്യം താൻ പ്രാർത്ഥിച്ചു. തൻ്റെ ശൂലത്തെ ദൈവം എടുത്തു കളഞ്ഞില്ല. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അപ്പോസ്തലനായ പൗലോസിന് അദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നെന്നും കലശലായ വായ്നാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്നും വിട്ടുമാറാത്ത രോഗം തനിക്കുണ്ടായിരുന്നെന്നും ഒക്കെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുമ്പോഴും എന്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മാനുഷികമായ ശരീരത്തിൽ ഒരു വിട്ടുമാറാത്ത ഒരു ബലഹീനത തനിക്കുണ്ടായിരുന്നു. ഈ ബലഹീനത മാറാൻ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴും ആ ബലഹീനത ദൈവം എടുത്തു കളഞ്ഞില്ല. ശക്തിയാണ് തൻ്റെ മേൽ പകർന്നത്. നോക്കുക, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി ആ ബലഹീനതയെ കവർ ചെയ്ത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കൃപ നൽകും. എന്തുകൊണ്ട് ആ ബലഹീനത ദൈവം ചില സമയത്ത് എടുത്തു കളയാത്തത്? നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടാകുകയില്ല. ഉണ്ടാകാത്തതിന്റെ കാരണം ചിലതുണ്ടായാൽ നമ്മൾ അഹങ്കരിച്ച് നിഗളിച്ച് ദൈവകൃപയിൽ നിന്ന് താഴെ പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് ദൈവം മറുപടി തരാത്തത്. അതുകൊണ്ട് ദൈവത്തോട് വേദനയോ പരിഭവമോ പിണക്കമോ ഒന്നും വേണ്ട. ഞാൻ എങ്ങനെ നിൽക്കുമെന്നും എപ്രകാരം പോകുമെന്നും ഒക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ചിലർക്ക് പണം കൊടുത്താൽ അവർ പിന്മാറിപ്പോകും. ചിലർക്ക് എല്ലാ അനുഗ്രഹവും കൊടുത്താൽ അവർ ദൈവത്തെ മറന്നുപോകും. അപ്പോൾ ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹവും ദൈവം കൊടുക്കത്തില്ല. ചില കാര്യങ്ങൾ ദൈവം നമുക്ക് മാറ്റിവെക്കും. അതുകൊണ്ട് വേദനപ്പെടരുത്. അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. നമ്മൾ എന്നും ഈ കൃപയ്ക്കകത്ത് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. വേഗത്തിൽ മുൻപോട്ട് പോയി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിർത്തുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഈ ദൈവശക്തി എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്നത്? 1-2 കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ദീർഘവർഷങ്ങളായി രക്തസ്രവം ബാധിച്ച ഒരു രക്തസ്രാവക്കാരിയായി സ്ത്രീ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ അവൾ ഒറ്റപ്പെട്ടവളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ രക്തസ്രവക്കാരിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ അശുദ്ധ എന്നാണ് സമൂഹം അവളെ കണ്ടിട്ടുള്ളത്. തൻ്റെ ആരോഗ്യവും പണവുമെല്ലാം ചെലവഴിച്ച് വൈദ്യന്മാരാൽ സൗഖ്യം വരാത്ത ഈ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. എന്നിട്ട് അവൾ പറയുകയാണ്, വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അങ്ങനെ അവൾ തൊട്ടു, അവൾക്ക് സൗഖ്യം കിട്ടി. സൗഖ്യമൊക്കെ കിട്ടി. ആരും ഇതൊന്നും അറിഞ്ഞില്ല. പക്ഷെ യേശു ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, എത്രയോ പേര് അങ്ങയെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് തൊട്ടു എന്നോ? എന്താണ് അവിടുന്ന് പറയുന്നത്? അന്നേരം യേശു പറഞ്ഞ വാക്കുകൾ, എല്ലാവരും തൊട്ടതുപോലെയല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. നോക്കുക, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ രക്തസ്രവക്കാരിയുടെ രക്തസ്രവം നിന്നു ഇല്ലേ? അത് യേശുവിന് മനസ്സിലായി, അവൾക്ക് മനസ്സിലായി. ബാധയൊഴിഞ്ഞ് അവൾ സ്വസ്ഥയായി മാറി. എന്തുകൊണ്ടാണ് അവളിൽ മാത്രം ആ ശക്തി പുറപ്പെട്ടത്? മറ്റുള്ളവരൊക്കെ യേശുവിൻ്റെ അരികിൽ നിന്നില്ലേ? ഒറ്റ കാര്യം, അവൾ വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടു. നോക്കുക, വിശ്വസിക്കുന്നവരിലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ദൈവവചനമെന്ന് കേട്ട് മനസ്സിലാക്കി വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ ആ ശക്തി വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം അതേ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ടുന്നത് വിശ്വാസമാണ്. വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ശക്തി നിറഞ്ഞവരായി അതേ സധൈര്യം യേശുവിനെ ഒക്കെ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാർ നിങ്ങൾ ക്രൂശിച്ച യേശുവെന്ന് പ്രസംഗിക്കാനുള്ള കാരണം ദൈവശക്തി അവരിൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ ദൈവശക്തി എന്താണെന്ന് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അത് നമ്മുടെ ആത്മീക ജീവിതത്തിലും അത് നമ്മുടെ ആത്മീക ശുശ്രൂഷകളിലുമൊക്കെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 1-2 വേദഭാഗം കൂടെ വായിക്കുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, അന്ത്യകാലത്ത് അതേ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക്. അങ്ങനെ ആ വാക്യം പറഞ്ഞു വിട്ടാൽ അതിന്റെ അർത്ഥം ചിലപ്പോൾ എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് നിത്യജീവന് വേണ്ടിയാണ്, നിത്യതയ്ക്കായിട്ടാണ്. പക്ഷെ ആ നിത്യത വരെയും നമ്മളെ ആരാണ് കരുതി പരിപാലിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കപ്പെടുന്നത്? പക്ഷെ വചനം പറയുന്നു, വി ആർ പ്രൊട്ടക്റ്റഡ്, വി ആർ പ്രിസർവ്ഡ് ബൈ ദ പവർ ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവഭക്തനെ കാത്തു പരിപാലിക്കുന്നത് ദൈവശക്തിയാണ്. ലോകത്തിന്റെ കാറ്റും ലോകത്തിന്റെ തിരമാലകളും ഒക്കെ അടിച്ച് നമ്മുടെ ദൈവകൃപയെ നഷ്ടപ്പെടുത്തി കളയുവാൻ പലതും നമ്മുടെ മുൻപാകെ വരുമ്പോൾ നമ്മളെ കരം പിടിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ദൈവശക്തിയാണ്. യെരുശലേമിന്റെ മതിലുകളെല്ലാം ഇടിഞ്ഞു കിടക്കുമ്പോൾ
ദൈവത്തിന് സ്തോത്രം. സെഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയാം ദൈവത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ യെരൂശലേമിന് ചുറ്റും തീമതിലായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒക്കെ ഒരുപക്ഷെ നമുക്ക് ആരാണ് സംരക്ഷണം തരുന്നത്? എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട. ദൈവശക്തി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗാഡ്. ദൈവശക്തി നമ്മളെ കരുതുന്നതാണ് എന്നുവരെ, ആ നിത്യതയോളം. വിളിച്ച ദൈവം തൻ്റെ വിളിയിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ കരുതുന്നത്, സൂക്ഷിക്കുന്നത്, ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന്, തീയമ്പുകളിൽ നിന്ന് നമ്മളെ കരുതി പരിപാലിക്കുന്നത് ദൈവശക്തിയാണ്. അതുകൊണ്ട് ആ ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കാം. അസാധാരണമായ കാര്യങ്ങൾ നമ്മെ ചെയ്യുവാൻ പ്രാപ്തരാക്കുന്നു. രക്തസ്രവക്കാരിയുടെ രക്തസ്രവം നിന്നത് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോഴാണ്. അവന്റെ സാക്ഷികളായി ഭൂമിയുടെ അറ്റത്തോളം നമുക്ക് പോകുവാൻ കഴിയുന്നത് ദൈവശക്തി നമ്മളിൽ പകരുമ്പോഴാണ്. ഈ ദൈവശക്തിയെ തിരിച്ചറിയാം, അതിനായിട്ട് ഒരുങ്ങാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും അടുത്ത സന്ദേശവുമായിട്ട് കാണുന്നത് വരെ തൻ്റെ കൃപയുടെ മറവിൽ ദൈവം നമ്മെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.